നമസ്കാരം. നമ്മൾ ഭയങ്കര മഴക്കാലമാണ്. നമ്മളൊക്കെ കാണാറുണ്ട് റോഡിലെ പലയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ. അവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കടകളുടെ മുമ്പിലോ വീടുകളുടെ മതിലിന്റെ മുമ്പിലോ അല്ലെ വീടിന്റെ മുമ്പിലോ ഗേറ്റിന്റെ മുമ്പിലോ ഒക്കെ വലിയ കല്ലെടുത്ത് വെച്ചേക്കും ഈ വെള്ളക്കെട്ടിനകത്ത്. ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ നിങ്ങൾ ആരെങ്കിലും? ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അത് കാണുമ്പോഴെല്ലാം ഞാൻ ഇച്ചിരി പാടുപെട്ടാണെങ്കിലും ആ കല്ലെടുത്ത് മാറ്റിയിട്ടാണ് ഞാൻ പോകാറുമുള്ളത്. കൂടുതലും സ്കൂട്ടറിൽ തന്നെ യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് കാരണം എന്തെന്നാൽ, എൻ്റെ അടുത്തുള്ള ഒരു പ്രദേശത്ത് കുറച്ച് വർഷങ്ങളായി ഒരാള് ഇതുപോലെ ഒരു കടയാണ്, ഇച്ചിരി റോഡിലോട്ട് ഇറങ്ങിയിരിക്കുന്ന കടയാണ്. അതിന്റെ മുമ്പിൽ ഒരു വെള്ളക്കെട്ടുണ്ട്. ആ വെള്ളക്കെട്ട് നമുക്ക് ഒരു തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി മാറ്റാനൊന്നും പറ്റാത്ത രീതിയിൽ ഒരു ഭൂമിശാസ്ത്രപരമായ കിടപ്പാണത്. അവിടെ എന്നും വെള്ളക്കെട്ടുണ്ട്. ഇപ്പോഴും ആ വെള്ളക്കെട്ട് അവിടെ തന്നെ ഉണ്ട്. അവിടെ ഒരു കല്ല് എടുത്ത് വെച്ചേക്കും ഈ പുള്ളി കടയിലോട്ട്. അപ്പം ഈ ബൈക്കിലും ഒക്കെ വരുന്നവരെ ഇത് വെട്ടിച്ച് പൊക്കോളൂ. അപ്പൊ ഈ വെള്ളം കടയിലോട്ട് തെറിക്കത്തില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു വണ്ടിക്ക് ഓവർടേക്ക് ചെയ്ത് വരുന്ന കൂട്ടത്തിൽ ഒരു പയ്യന് ഈ കല്ലെ തട്ടി തെറിച്ച് വീണത് ഒരു ലോറിക്കടിയിലാണ്. അപ്പോഴേ സ്പോട്ടിലെ മരിച്ചു. ഇതെപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. കാരണം ഞാൻ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും ഈ വാർത്തയും ഈ കാര്യവും കിടപ്പുണ്ട്. എൻ്റെ തൊട്ട അയൽവക്കത്തുള്ള ഒരു കടയുടെ മുമ്പിലും ഒരു വീടിന് മുമ്പിലും ഇതുപോലുള്ള ഒരു കല്ലെടുത്ത് വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടപ്പോൾ ഞാൻ നന്നപ്പോഴേ അവരുടെ കാര്യം പറഞ്ഞിട്ട് ഞാനത് എടുത്തു മാറ്റി. ഓക്കെ, ഇത് പലരും അവരുടെ സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്നത്. നമ്മുടെ വീടിലോട്ട് സ്ഥലം ചെളി തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ ഓർക്കുന്നില്ല, ആ കല്ലെ തട്ടി വീണാൽ ഈ ചെളിയല്ല തെറിക്കുന്നത്, ഒരാളുടെ രക്തമാണ് തെറിക്കുന്നത്. പിന്നെ ആയുഷ്കാലം നിങ്ങൾക്ക് ആ രക്തം മറക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അപ്പോൾ മഴക്കാലത്ത് ഇങ്ങനെയുള്ള വെള്ളക്കെട്ടുകളിലൊക്കെ എങ്ങനെയെങ്കിലും ആ വെള്ളക്കെട്ട് നിങ്ങളൊന്ന് മാറ്റാൻ ശ്രമിക്കാതെ ഇതുപോലുള്ള കല്ലുകൾ എടുത്തു വെച്ച് വരുന്ന പാവം പിടിച്ച ഈ ടൂ വീലർമാരെ, അതായത് ഇരുചക്ര വാഹനം മുച്ചക്ര വാഹനത്തിനാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത്. കാറൊക്കെ വന്നാൽ നമുക്ക് ചാടി കയറി അങ്ങ് പോകുന്നല്ലാതെ മറിയുന്ന ഒരവസ്ഥ ഉണ്ടാവാറില്ല. ഉണ്ടാവുകയേ ഇല്ലെന്നല്ല, ഉണ്ടാവാറില്ല. എന്നാലും ഓട്ടോറിക്ഷയും ബൈക്കും ഒക്കെയാണ് അപ്പോഴേ എടുത്തടിച്ച് വീഴും, അല്ലേ? നല്ല തിരക്കുള്ള റോഡൊക്കെ ആണെങ്കിൽ ചെന്ന് വീഴുന്ന അടുത്ത വണ്ടിയുടെ അടിയിലായിരിക്കും. ഉറപ്പായിട്ടും അവൻ എപ്പോഴേ കാറ്റ് പോകും. അതുകൊണ്ട് തന്നെ അത് തന്നെയുമല്ല, ഇച്ചിരി താമസിച്ച് കുറച്ച് ശരീരം നനഞ്ഞാലും കുറച്ച് സ്ലോയില് ഇതൊക്കെ വീട്ടിൽ ചെന്നാൽ മതി. ധൃതി വെച്ച് പോകാതെ ഈ മഴക്കാലത്ത് ഒന്നൊരു സാവകാശം കാണിക്കുന്നത് എപ്പോഴും നന്നായിരിക്കുമെന്നാണ് ഇരുചക്ര വാഹനക്കാരോട് എനിക്ക് പറയാനുള്ളത്. കാരണം പലപ്പോഴും ആമ്പിള്ളേർ ഈ ധൃതി വെച്ച് താമസിച്ച് അവിടെ എവിടെയും കൂട്ടുകാരുടെ വർത്താനം പിന്നെ ധൃതി വെച്ച് വീട്ടിലോട്ട് ചെല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു വെപ്രാളത്തിനിടയിലാണ്. കാരണം ഞാൻ പഠിപ്പിച്ച ഒരു സ്റ്റുഡൻറ്റ് തന്നെ, എനിക്കത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. എൻ്റെ വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഞാൻ തന്നെ പെട്ടെന്ന് കാറിന് ഓവർടേക്ക് ചെയ്ത് വേറൊരു വണ്ടി വന്ന് ഇടിച്ച് അന്ന് സ്പോട്ടിലേ മരിച്ചു. മനസ്സിലായി? തലയിൽ കൂടാണ് വണ്ടി ഇറങ്ങിപ്പോയത്. അങ്ങനെയൊക്കെയുള്ള ഇൻസിഡൻസ് നമ്മൾ ഉണ്ടാവാറുണ്ടെങ്കിലും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ, അതായത് ഇന്നും ഒരു കുഴി വെട്ടിച്ചതിന് ഒരു പയ്യന് മരിച്ചിട്ടുണ്ട് തൃശ്ശൂര്. ഇപ്പൊ രാവിലത്തെ വാർത്തയാണ്. മരിച്ചിട്ടുണ്ട്. കുഴി വെട്ടിച്ചാണ്. കുഴി നമുക്ക് എടുത്തു മാറ്റി വെക്കാൻ സാധിക്കില്ല, പക്ഷെ ഇങ്ങനെ ഒരു കല്ലൊക്കെ നമുക്ക് എടുത്തു മാറ്റി വെക്കാൻ നമുക്ക് സാധിക്കും. മനസ്സിലായോ? കുഴി പണ്ട് നമ്മൾക്ക് അടയ്ക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് അങ്ങനെ അടച്ച പണ്ട് ജയസൂര്യക്ക് പറ്റിയ കാര്യമൊക്കെ നമ്മൾ കേട്ടുള്ളതാണ്, അല്ലേ? അതുകൊണ്ട് അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അപകടങ്ങൾ നമ്മളായിട്ടുണ്ടാക്കുന്ന അപകടങ്ങൾ മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കും. നന്ദി.